ഹായ് ഫ്രണ്ട്സ്, നമുക്ക് വിരുമ്പിപ്പുളി വെച്ചിട്ടുള്ള 3 വിഭവങ്ങൾ തയ്യാറാക്കി നോക്കിയാലോ. 1 പച്ചടി, 2 അച്ചാർ, 3 പുളിയിഞ്ചി. 3 വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ് കേട്ടോ. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. മെയിനായിട്ട് നമ്മുടെ വിരുമ്പൻ പുളിയാണ് വേണ്ടത്. ആദ്യം നമുക്ക് പച്ചടി ഉണ്ടാക്കി നോക്കാം. അതിന് പാൻ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ച് എടുക്കുക. അതിലേക്ക് പിന്നെ നമ്മുടെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള ഇരുമ്പൻ പുളിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കുക. അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിന് നമുക്ക് തേങ്ങ വേണം, ചെറിയ ജീരകം വേണം, പിന്നെ കടുക് വേണം, പച്ചമുളക്, ഇഞ്ചി. ഇത്രയും നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ച് വരുമ്പോഴേക്കും ഇതാ നമ്മുടെ ഇരുമ്പിൻ പുളിയൊക്കെ നല്ല പാകത്തിൽ വെന്ത് വരട്ടെ. നമ്മളൊന്ന് ഉടച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതാ നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ, അത് ഈ ഇരുമ്പിൻ പുളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് ആ സമയത്ത് ഇട്ട് കൊടുക്കാം. ഇത് ആ വെളിച്ചെണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വരട്ടെ. അതുവരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ദാ നമ്മുടെ ഒന്നാമത്തെ വിഭവമായ പച്ചടി ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വിഭവം നോക്കാം. അടുത്തത് അച്ചാറാണ്. അതിന് നമ്മൾ എണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. പാൻ ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ കഷ്ണങ്ങളാക്കി വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി വേണ്ടവർക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ വെളുത്തുള്ളി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ആ വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് അതിലേക്ക് കായം വേണം. കായത്തിൻ്റെ പൊടി ഉള്ളവർ പൊടി യൂസ് ചെയ്യുക, ഇല്ലാത്തവർ കായത്തിൻ്റെ കഷ്ണം. എൻ്റെ കയ്യിലിപ്പോൾ കായത്തിൻ്റെ കഷ്ണമാണ് ഉള്ളത്. അപ്പം ഞാൻ കുറച്ച് ചെറിയൊരു കഷ്ണം കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് അതിലിട്ടിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് വേണ്ട പൊടികൾ ഇട്ട് കൊടുക്കണം. അതിന് നമുക്ക് ഉലുവാപ്പൊടി വേണം, കുറച്ച് മഞ്ഞൾപ്പൊടി വേണം, കുറച്ച് മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ വിനാഗിരി ഉണ്ടല്ലോ, ആ വിനാഗിരി ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നെ നമ്മളെ ഇരുമ്പൻ പുളി വല്ലാണ്ട് വെന്ത് കുഴയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഗ്യാസ് ഓഫ് ചെയ്യുന്നത്. ഇത് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച് ഇരുമ്പൻ പുളി ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്കിട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് കടുക് പൊടിച്ചതും കൂടി അവസാനം ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ രണ്ടാമത്തെ വിഭവം റെഡി ആയിട്ടുണ്ട്. ഇനി മൂന്നാമത്തേത് നമുക്ക് പുളിങ്കറി അഥവാ പുളിയിഞ്ചി എന്നൊക്കെ പറയും. അതിന് നമുക്ക് വെളിച്ചെണ്ണയാണ് വേണ്ടത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ചെറിയ ജീരകം ഉണ്ടല്ലോ, ആ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില, കുറച്ച് വറ്റൽമുളക്, പിന്നെ അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും വേണം. ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചിയും കൂടി അതിലേക്ക് ഇട്ടിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് വേണ്ട പൊടികൾ, അതായത് ഞാൻ കുറച്ച് ഉലുവയുടെ പൊടി ഇടുന്നുണ്ട്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പൊടി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഇരുമ്പൻ പുളി ഉണ്ടല്ലോ, അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ കുറച്ച് ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കുക. മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ആവിയൊക്കെ കയറി നല്ല വെന്ത് കുഴഞ്ഞ് വരണം. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് ഉടച്ച് കൊടുക്കുക. ഇത് വേണമെങ്കിൽ ഇരുമ്പൻ പുളി മിക്സിയിലൊന്ന് അരച്ചെടുക്കുക. അരച്ചിട്ട് കുക്ക് ചെയ്താലും മതി. അപ്പോൾ പിന്നെ തീരെ തരികൾ കഷ്ണങ്ങളായിട്ടൊന്നും ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കരയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് നന്നായിട്ട് അലിഞ്ഞ് ശർക്കരയൊക്കെ അലിഞ്ഞ് അതിൽ മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ മൂന്നാമത്തെ വിഭവം അവിടെ റെഡി ആയി കഴിഞ്ഞ്. ഇപ്പോൾ 3 വിഭവങ്ങൾ എളുപ്പമല്ലേ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരുവിധ ആളുകൾ
അറിയണ്ടാവും. അറിയാത്തവരെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതാ ദിഷു ഇവിടെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അവൻ വന്ന് നോക്കി. അപ്പോൾ ഞാൻ ഓരോന്നും എന്തൊക്കെയാണെന്ന് അവന് പരിചയപ്പെടുത്തി കൊടുത്തത്. അപ്പോൾ ഓരോന്നും വായിൽ വെച്ചിട്ട് ടേസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവന് പുളി വലിയ പ്രശ്നമുള്ള ആളല്ല. ഇരുമ്പൻ പുളീൻ്റെ മരത്തിൻ്റെ ചോട്ട് പോയാൽ അപ്പോൾ അവനത് കിട്ടണം. അപ്പോൾ അത് കഴിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അച്ചാർ വായിൽ വെച്ചപ്പോൾ കുറച്ച് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് എരിവുണ്ടല്ലോ, ഓവർ എരിവൊന്നുമില്ല, എന്നാലും അപ്പോൾ എക്സ്പ്രഷനൊന്ന് മാറി. പിന്നെ പുളിയിഞ്ചിയാണ് അവന് കൂടുതൽ ഇഷ്ടമായെന്ന് തോന്നുന്നു. അത് പിന്നെയും പിന്നെയും വായിൽ വെച്ച് രുചിച്ച് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ദക്ഷുവിന് ഇഷ്ടമായിട്ടുണ്ട്. ദക്ഷുവിന് പിന്നെ അവൻ്റെ അമ്മ ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ ഇഷ്ടമാവില്ലല്ലോ. നിങ്ങൾക്കും ഇഷ്ടമാവും. നിങ്ങളും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല എളുപ്പമല്ലേ, ഇരുമ്പുളി കുറച്ച് സാധനങ്ങൾ മാത്രം മതിയല്ലോ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്തൊരു വിഭവമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.